പ്രിയപ്പെട്ടവരെ നമസ്കാരം. എസ് വിഷൻ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷുക്കൂർ തരുവണ. ഒരു പരമാധികാര രാഷ്ട്രമായ ഇറാനിൽ തുടർച്ചയായി 14 ദിവസത്തോളമായി അമേരിക്ക നടത്തുന്ന യുദ്ധ വൈകൃതങ്ങൾക്കിടയിൽ 2 ദിവസം മുമ്പേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരാഴ്ചത്തേക്ക് ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതായും ഒരാഴ്ചക്കാലം ഇറാനിൽ അമേരിക്ക ഒരു ആക്രമണവും നടത്തില്ല എന്ന ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നായികക്ക് 40 വട്ടം വാക്കുകൾ മാറ്റുന്ന ട്രംപിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായതിൻ്റെ ചേതോവികാരത്തെപ്പറ്റി ലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകരും ലോക വാർത്താ മാധ്യമങ്ങളുമൊക്കെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു പ്രമുഖ പത്രമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു പ്രസ്താവനയുമായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരാനുണ്ടായ കാരണം അവരുടെ ആയുധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ചും ഇറാനിൽ അവരുപയോഗിക്കുന്ന ആയുധമായ പാട്രിയറ്റ് മിസൈൽ, അതിൻ്റെ ശേഖരം നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടർച്ചയായി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാട്രിയറ്റ് മിസൈലുകൾ പുതുതായി നിർമ്മിച്ചേ മതിയാവുകയുള്ളൂ. 2 മാസത്തെ കാലാവധി ഇല്ലാതെ ഈ പാട്രിയറ്റ് മിസൈലുകൾ നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല എന്നാണ് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നത്, ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും, അതുകൊണ്ട് ആയുധങ്ങളില്ലാതെ സാമ്പത്തികമായി പൊറുതിമുട്ടുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഇനിയും ആയുധങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട ഒരവസ്ഥയിൽ താൽക്കാലികമായി ഒരു ആലോചനയ്ക്ക് വേണ്ടി യുദ്ധതന്ത്രം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു അടവ് നയമായാണ് ഈ ഒരാഴ്ചത്തേക്ക് യുദ്ധം നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കയിലെ പ്രമുഖ പത്രമായ ന്യൂയോർക്ക് ടൈംസ് വിശദീകരിക്കുന്നത്. കൂടാതെ അവർ പറഞ്ഞു വെക്കുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ച പെന്റഗണിൽ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉന്നത ഭരണാധികാരികളും ഇരുന്നു കൊണ്ട് ഒരു യോഗം ചേരുകയും ഈ ഇറാനിൽ നടത്തുന്ന യുദ്ധത്തെ വിലയിരുത്തുകയും അതിനെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ആ യുദ്ധം അമേരിക്കയുടെ ഭരണകൂടത്തിനെതിരായി മാറുന്നു എന്നും, അമേരിക്കൻ ജനങ്ങൾ തന്നെ ഈ യുദ്ധത്തെ വെറുത്തുകൊണ്ട് അമേരിക്കയുടെ ഭരണകൂടത്തിനെതിരെ, ട്രംപിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും, മാനസികമായി അമേരിക്കൻ പ്രസിഡന്റിനെതിരാണ് അമേരിക്കൻ ജനങ്ങൾ എന്നും വിലയിരുത്തുകയും അവിടെ സൈനികരായിട്ടുള്ള ആളുകൾ പശ്ചിമേഷ്യയിലെ വിവിധ യുദ്ധ കേസുകളിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കുന്നതെന്നും, അതുകൊണ്ട് യുദ്ധം ഇനിയും തുടർന്നു പോയാൽ ഈ ആയുധ ശേഖരണം പോലും ഇല്ലാതെ, വേണ്ടത്ര ആയുധങ്ങളില്ലാതെ ഈ യുദ്ധം വീണ്ടും തുടർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും, ഭരണകൂടത്തിനെതിരെ വലിയ ജനവികാരമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യോഗത്തിൻ്റെ കൂടി വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം നിർത്തിവച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ലോകത്തുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് താൽക്കാലികമായാണെങ്കിലും ട്രംപിൽ നിന്നുണ്ടായിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ യുദ്ധവൈസുകൾ സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങളിലെ പ്രവാസികൾക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കുമൊക്കെ സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ട്രംപിൽ നിന്നുണ്ടായത്. ട്രംപിൻ്റെ തീരുമാനമായതുകൊണ്ട് ഏത് സമയത്തും അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയുധങ്ങളുടെ ലഭ്യതക്കുറവും ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസവുമാണ് യുദ്ധം നിർത്തിവെക്കുന്നതിന് കാരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഈ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയെ പിടിച്ചുകെട്ടിക്കൊണ്ട് ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആശയങ്ങളുമൊക്കെ കമൻറ്റ് ചെയ്യുക. ആയത്തുള്ള അലി ഖമൈനി എന്ന് പറയുന്ന അവരുടെ പരമാധികാരിയായ രാഷ്ട്രത്തലവനെ കൊന്നൊടുക്കി 4 മാസത്തിന് ശേഷം ഇതുപോലെ ഇടവേള വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി വിലാപയാത്ര നടത്തി ദശലക്ഷക്കണക്കിന് ആളുകൾ അതിനനുഗമിച്ചുകൊണ്ട് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് തന്നെ 2 ദിവസം മുമ്പെയാണ് വീണ്ടും ഇറാനെതിരെ 14 ദിവസമായി നീണ്ട യുദ്ധം, നിരന്തരമായി ഇടതടവില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്.
ആ യുദ്ധത്തിൽ നിന്നാണ് ഒരാഴ്ച അമേരിക്ക മാറി നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.